മുസ്ലിം ലീഗിൽ വിമത ശബ്ദമുയർത്തി അബ്ദുറഹ്മാൻ എണ്ടത്താണിയെയും ഷാഫി ചാലിയത്തെയും മെരുക്കി നേതൃത്വം. പാർട്ടിയിലെ ആഭ്യന്തര വിഷയങ്ങളാണ് അഭിപ്രായം പറഞ്ഞതെന്നാണ് അബ്ദുറഹ്മാൻ എണ്ടത്താണിയുടെ പ്രതികരണം. നിർഭാഗ്യം കൊണ്ടാണ് സീറ്റ് ലഭിക്കാതെ പോയതെന്നും പാർട്ടിയെ കുറ്റപ്പെടുത്താനില്ലെന്നും ഷാഫി ചാലിയം പ്രതികരിച്ചു. ലീഗിന്റെ പൊന്നാവരം കോട്ടയായ മലപ്പുറത്തെ രണ്ടു നേതാക്കളെ അടർത്തിയെടുക്കുകയെന്ന ഇടതുമോഹമാണ് ഒറ്റ രാത്രി കൊണ്ട് പൊലിഞ്ഞത്. ഉന്നയിച്ച അതൃപ്തികളിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളോ പി കെ കുഞ്ഞാലിക്കുട്ടിയോ ഇടപെട്ട് സംസാരിച്ചാൽ പരിഹാരമുണ്ടാക്കാമെന്നുറച്ച രണ്ടത്താണിയെ രാത്രിയോടെ നേതൃത്വം പാണക്കാട്ടേക്ക് വിളിപ്പിച്ചു. അബ്ബാസ് അലി തങ്ങളുടെ വീട്ടിൽ നടത്തിയ ചർച്ചയിൽ രണ്ടത്താണി വഴങ്ങി. ഞങ്ങൾ ഇന്നലെ എൻ്റെ മുമ്പിലുള്ള എൻ്റെ പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ അവരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചു. ആ വിഷയങ്ങളൊക്കെ അവർ വളരെ ഗൗരവപൂർവ്വം തന്നെ കേൾക്കുകയും വളരെ അനുകൂലമായ രീതിയിൽ തന്നെ അതിനോടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് വരെയുള്ള എൻ്റെ പാർട്ടിയിലുള്ള എൻ്റെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന് ഒരു ചാഞ്ചല്യവും ഉണ്ടായിട്ടില്ല. വള്ളിക്കുന്നിലേക്ക് ലീഗ് പരിഗണിച്ചിരുന്നത് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയത്തെ. ഷാഫിയെ മാറ്റിയെന്നറിഞ്ഞതോടെയാണ് സീറ്റ് വാഗ്ദാനവുമായി LDF രംഗത്തെത്തിയത്. തനിക്ക് സീറ്റ് തരാൻ നേതൃത്വം പരമാവധി ശ്രമിച്ചെന്നും സാധ്യമാകാത്തത് തന്റെ നിർഭാഗ്യം കൊണ്ടെന്നും ഷാഫി ചാലിയം 24നോട് പറഞ്ഞു. അവർക്ക് എന്നെ പരിഗണിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അത് മനഃപൂർവ്വമല്ല. മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കളുമായി ദിവസേന സമ്പർക്കമുള്ള ഒരാളാണ് ഞാനങ്ങനെ എന്തെങ്കിലും സ്ഥാനം കിട്ടിയാൽ ചാടിപ്പോകുന്ന ഒരാളാണെന്ന അഭിപ്രായം അവർക്കില്ല. അവർക്ക് എന്നെ പരിഗണിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. തങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK അബ്ദുറബ്ബ്. പാർട്ടി നേതൃത്വം എന്താണോ അത് ഏത് പാർട്ടിയാണെങ്കിലും രാഷ്ട്രീയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാതിരുന്നാൽ അവരൊരു എന്താ പറയുക, അവരവരുടെ സ്വന്തം താല്പര്യത്തിന് പോകാന്നുള്ളൂ. ലീഗ് നേതാക്കളെ പാർട്ടി അടിത്തറയുള്ള മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് സീറ്റ് പിടിച്ചെടുക്കുകയെന്ന ഇടതു പദ്ധതിയാണ് ഇതോടെ പൊളിഞ്ഞത്. നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.